അധ്യായം 36. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്തനായ ഏലോന്റെ മകൾ ആദ, ഹിവ്വനായ സെബയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മായേലിന്റെ മകളും നേബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. ആദ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രെയൂവേലിനെ പ്രസവിച്ചു. ഒഹൊലിബാമ യേയൂശിനെയും യാലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാന്റെ സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വയ്യാതവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമരുടെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകളിവ: ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രെയൂവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗത്താം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. രെയൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ശമ്മ, മിസ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ പുത്രന്മാർ. സെബയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യെയൂശ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാരാരെന്നാൽ ഏശാവിൻ്റെ ആദിജാതൻ എലീഫാസിൻ്റെ പുത്രന്മാർ: തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗത്താം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ രെയൂവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ശമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രെയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലിബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യെയൂശ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായ ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലിബാമിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോരനായ സെയീറിൻ്റെ പുത്രന്മാരായ ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോതാൻ, ശോബാൽ, സെബയോൻ, അന, ദീശോൻ, ഏസെർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീറിൻ്റെ പുത്രന്മാരായ ഹോരി പ്രഭുക്കന്മാർ. ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമുമായിരുന്നു. ലോതാൻ്റെ സഹോദരി തിമ്ന. ശോബാലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സെബയോൻ്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സെബയോൻ്റെ കഴുതുകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ: ദീശോനും അനാവിൻ്റെ മകൾ ഒഹൊലിബാമയുമായിരുന്നു. ദീശോൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെരാൻ. ഏസേറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു. ഹോരി പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സെബയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയീർ ദേശത്തുമാണ് ഹോരി പ്രഭുക്കന്മാരാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്തുമാണ് രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവൻ്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന് ദേശക്കാരനായ ഹൂശാമാന് പകരം രാജാവായി. ഹൂശ മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബേദദിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം അസ്രയക്കാരൻ സമ്ലാവിന് പകരം രാജാവായി. സമ്ലാവ് മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോറിൻ്റെ മകൻ ബാൽ ഹാനാൻ അവന് പകരം രാജാവായി. അക്ബോറിൻ്റെ മകനായ ബാൽ ഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവൻ്റെ ഭാര്യയ്ക്ക് മെഹേദബേൽ എന്നു പേർ. അവൾ മേസഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകളായിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, ഏദേത്ത് പ്രഭു, ഒഹൊലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശ ദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമി പ്രഭുക്കന്മാരാകുന്നു. ഏദോമരുടെ പിതാവ് ഏശാവ് തന്നെ. അധ്യായം 37. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയെ പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു.
യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപ്പായുടെയും പുത്രന്മാരുടെ കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവനുണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടു കൊള്ളുവേൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങൾ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവന് പിന്നെയും അധികം ദേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ശേഖമിൽ പോയിരുന്നു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖമിൽ ആടുമേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നോ എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖമിലെത്തി. അവൻ വെളിമ്പ്രദേശം ചുറ്റിനടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്തന്വേഷിക്കുന്നുവെന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അവർ എവിടെ ആടുമേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞു. അവർ എവിടെ നിന്ന് പോയി, നാം ദോതാനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചെന്ന് ദോതാനിൽ വെച്ച് കണ്ടു. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിലിട്ട് കളകാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. രൂപേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവാന് വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവൻ ഇടുവിനെന്ന് പറഞ്ഞു. യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന ഇലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്യനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മായലരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യെഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? വരുവേൻ, നാം അവനെ ഇശ്മായലർക്ക് വിൽക്കുക. നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത്. അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായലർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. രൂപേൻ തിരികെ കുഴിയടുക്കൽ ചെന്നപ്പോൾ യോസേഫ് കുഴിയിലില്ല എന്ന് കണ്ട് തൻ്റെ വസ്ത്രം കീറി. സഹോദരന്മാരുടെ അടുക്കൽ വന്നു, ബാലനെ കാണുന്നില്ലല്ലോ, ഞാനിനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസേഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി. അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ നോക്കണമെന്ന് പറഞ്ഞു. അവന് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു. യോസേഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ അട്ടശില ചുറ്റി ഏറെ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലാതെ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാനർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു. അധ്യായം 38. അക്കാലത്ത് യെഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അദുല്ലാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ശുവ എന്നു പേരുള്ള ഒരു കനാന്യൻ്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ ഏറെന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ ഓനാൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ശേല എന്ന് പേരിട്ടു. അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിലായിരുന്നു. യഹൂദ തൻ്റെ ആദ്യജാതന ഏറിന് താമാർ എന്ന പേരുള്ള ഒരു ഭാര്യ എടുത്തു. യഹൂദയുടെ ആദ്യജാതന ഏർ യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നത് കൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട്,
നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അടുക്കൽ ചെന്ന് അവളോട് ദേവധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതി ഉളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കുകയില്ല എന്ന് ഓനാൻ അറിയുക കൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തി കളഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇവനെ മരിപ്പിച്ചു. അപ്പോൾ യെഹൂദാ തൻ്റെ മരുമകളായ താമാരോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. കുറേ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യെഹൂദായുടെ ഭാര്യ മരിച്ചു. യെഹൂദായുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അദുല്ലാമനായ ഹീരയുടെ കൂടെ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിന്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്നായ്ക്ക് പോകുന്നുവെന്ന് താമാറിന് അറിവ് കിട്ടി. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയെ കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദ്യവസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടിപ്പതിച്ച് തിമ്നായ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിൻ്റെ ഗോപുരത്തിലിരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ നിരൂപിച്ചു. അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തൻ്റെ മരുമകളെന്നറിയാതെ, വരിക, ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരുമെന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാമെന്ന് അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു. എന്ത് പണയം തരയണമെന്ന് അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയുമെന്ന് അവൾ പറഞ്ഞു. ഇവ അവൾ കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മൂടുപടം നീക്കി വാദ്യവസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്നും പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അദുല്ലാമനെ സ്നേഹിതൻ്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ല താനും. അവൻ ആ സ്ഥലത്തെ ആളുകളോട്, ഏനയിമിൽ വഴിയിരിക്കുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദരുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്തൊരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവളത് എടുത്തുകൊള്ളട്ടെ. ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ല താനുമെന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു. പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നുവെന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ, അവളെ പുറത്തു കൊണ്ടുവരുവേൻ, അവളെ ചുട്ടുകളയണമെന്ന് പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ ആളയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണമെന്ന് പറയിച്ചു. യഹൂദാവെ അറിഞ്ഞു. അവൾ എന്നിലും നീതിയുള്ളവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി. ഇവനാദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്തെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു. അതിനുശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരകെന്ന് പേരിട്ടു. അധ്യായം 39. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മാല്യരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്നൊരു മിസ്രൈമൻ അവനെ വിലക്കി വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമിനെ യജമാൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്രൈമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണു പതിച്ചു. എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അവനതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ, വീട്ടിലെൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവനെനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ ദിനംപ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരുപ്പാനോ അവനവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തന്നെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവരാരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രാനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു.
യജമാൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയെന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയതോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. അധ്യായം 40. അനന്തരം മിസ്രൈം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രൈം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേ കാലം തടവിൽ കിടന്നു. മിസ്രൈം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങളിന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അതിനോട് പറവീനെന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ തൻ്റെ സ്വപ്നമറിയിച്ച് പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിലിതാ എൻ്റെ മുൻപിൽ ഒരു മുന്തിരിവള്ളി. മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്. അത് തളിർത്തു പോതു. കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു. പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് അവനോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രാരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. ഈ കുണ്ടറലിന് ഇടയേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസേഫിനോട്, ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കുട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിനായി യോസേഫ്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊട്ട 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയുമെന്ന് ഉത്തരം പറഞ്ഞു. 3-ാം നാളിൽ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയോ അവൻ തൂക്കിച്ചു. യോസേഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവന് മറന്നു കളഞ്ഞു. അധ്യായം 41. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു എന്നാൽ അവൻ നദീതീരത്ത് വന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞങ്ങളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നു കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി. രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിടുകയും കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അത് സ്വപ്നമെന്നറിഞ്ഞു. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തന്നെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു. എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തരും കണ്ടത്. അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു എബ്രായ യവനക്കാരൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തന് താന്താന സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ജയിച്ചു വസ്ത്രം മാറി ഫറവോനടുക്കൽ ചെന്നു. ഫറവോൻ യോസേഫിനോട്,
ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരുത്തരം നൽകുമെന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞങ്ങളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്തെങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നു കളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നുവെന്ന് അറിവാനില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവയായിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങി കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു 7 സംവത്സരം, നല്ല കതിരും 7 സംവത്സരം. സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള 7 പശുവും കിഴക്കൻ കാറ്റാൽ കരിഞ്ഞ് പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്തൊക്കെയും ബഹുസുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. പിന്മരുന്ന ക്ഷാമം അതികഠിനമായിരിക്കാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെ പോകും. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുൻപാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടുമാകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തിനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച പട്ടണങ്ങളിൽ ഫറവോൻ്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തിനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈ കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവേനെന്ന് അവൻ്റെ മുൻപിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫറയുടെ മകൾ ആസനത്തിനെ അവന് ഭാര്യയെ കൊടുത്തു. പിന്നെ യോസേഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോൻ്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലാകിയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവമെന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനേശ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവമെന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2-ാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും, നിങ്ങൾ യോസേഫിനടുക്കൽ ചെല്ലുവേൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവേനെന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിനടുക്കൽ വന്നു. അധ്യായം 42. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്,
നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്ന എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവേനെന്ന് പറഞ്ഞു. യോസേഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസേഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷെ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരുടെ കൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാർ വന്നു. കനാൻ ദേശം ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിന് ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസേഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങളോർത്ത് അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിൻ്റെ ദുർബലഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, അല്ല നിങ്ങൾ ദേശത്തിൻ്റെ ദുർബലഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു. ഇളയവനെന്ന് ഞങ്ങളുടെ അപ്പനെടുക്കലുണ്ട്, ഒരുത്തനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ് നിങ്ങളിവിടെ നിന്ന് പുറപ്പെടുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളൊരുത്തിനെ അയപ്പേൻ. നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം. നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷ അറിയാമല്ലോ. അല്ലെന്ന് വരികിൽ ഫറവോനാണ് നിങ്ങൾ ഒറ്റുകാർ തന്നെ. അങ്ങനെ അവനവരെ 3 ദിവസം തടവിലാക്കി. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവേൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടരെ ധാന്യം കൊണ്ടുപോകുവേൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേർന്ന് തെളിയും, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടറിയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂപേൻ, ബാലിനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരമായിരുന്നത് കൊണ്ട് അവനിത് ഗ്രഹിച്ചുവെന്ന് അവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുക ബന്ധിച്ചു. അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടി ആഹാരമാർക്ക് കൊടുപ്പാനും യോസേഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിലൊരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് തൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, അതിതാ എൻ്റെ ചാക്കിൽ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു. അവർ വിറച്ചു. ദൈവം നമ്മോട് ചെയ്ത് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിനടുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത്. ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റുനോക്കുന്നവരെന്ന് വിചാരിച്ചു. ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല. ഞങ്ങൾ ഒരപ്പൻ്റെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഒരുത്തനിപ്പോൾ ഇല്ല. ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പനടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാർത്ഥികളെന്ന് ഞാൻ ഇതിനാൽ അറിയും. നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടയച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങിക്കൊണ്ടു പോകുവേൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. അതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല, പരമാർത്ഥികൾ തന്നെയെന്ന് ഞാൻ അറിയും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കേൾപ്പിച്ചു തരും. നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരം ചെയ്യാം. പിന്നെ അവർ ചാക്കൊഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തൻ്റെ ചാക്കിൽ അവനവൻ്റെ പണക്കെട്ടിരിക്കുന്നു. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെയെന്ന് പറഞ്ഞു. അതിന് രൂപേൻ അപ്പനോട്, എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുക, ഞാൻ അവനെ നിൻ്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും. ഞാൻ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ 2 പുത്രന്മാരെ കൊന്നുകളക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ, എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുമെന്ന് പറഞ്ഞു.